ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു കപ്പലിലാണ് നിൽക്കുന്നത്. കാരണം ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ ക്രെയിനും അങ്ങനെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കപ്പലാണിത്. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് അത് കാണാൻ വേണ്ടി കയറി. ഇനി അതിൻ്റെ അകത്തെ വിശേഷങ്ങളിലോട്ട് ഞങ്ങളിപ്പോൾ വരാം. ഇതാണ് കപ്പലിന്റെ ഗിയർ അല്ലേ? ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കപ്പലിന്റെ ഗിയർ. മറ്റേ നിയന്ത്രിക്കുന്ന സംഭവം. ഇത് ബാക്കിലോട്ട് പോകുന്ന ഇത് അത് ബാക്കിലേക്ക് റിവേഴ്സ് റിവേഴ്സിന്റെ അതുണ്ട്. ഒത്തിരി വർഷങ്ങളായും തോന്നുന്നു കേട്ടോ. കമ്പനി കിടക്കാൻ പറഞ്ഞില്ല. മീറ്ററൊക്കെ വർക്ക് ചെയ്യും, മീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റ് ഇത് എഞ്ചിനല്ലേ? ഇതാണ് എഞ്ചിന്. ഇതൊക്കെ അടിച്ച് ചുളുക്കി വെച്ചേക്കുന്നുണ്ട്. ആരോ ഇത് കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മറ്റേ ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടറാണ് തോന്നുന്നത്. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് മറ്റേ അങ്ങനത്തെ എഞ്ചിനല്ലേ? അപ്പൊ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആയിക്കോളൂ. അതാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. പിന്നെ താഴ്ചയുണ്ട്. കണ്ടെയ്നർ അല്ലേ? ഇത് കണ്ടെയ്നർ അല്ലെന്ന് തോന്നുന്നു. കണ്ടെയ്നർ ആക്കുമല്ലോ. ഇത് കണ്ടെയ്നർ ആക്കുമല്ലേ? സ്റ്റാർട്ടർ പറഞ്ഞു. അല്ല ഗൈസ്, ഇത് വന്നിട്ട് തട്ടി വീഴല്ല. കപ്പലിൽ വെച്ചേക്കുന്ന കണ്ടെയ്നറാണ്. ഇതിന്റെ അകത്താണ് ഓയിൽ ഉണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഓയിൽ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതിന്റെ ചെറിയത് അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുവാണെന്ന്. എഞ്ചിനാ ഇതതിന്റെ എഞ്ചിൻ അല്ലേ? ഇത് നല്ല എഞ്ചിനാ കയറ്റി വെച്ചേക്കുന്നത്. എഞ്ചിനാണോ? ശരി ഓക്കെ. ഞാൻ അല്ല, ഇതിന്റെ തന്നെ പ്രവർത്തിക്കുന്ന ഓരോ സാധനങ്ങളാണ്. പിന്നെ ഞാൻ വേറെ വലിയൊരു കാഴ്ച. ഇത് ക്രെയിനാ? അടിപൊളി ക്രെയിനാട്ടോ സംഭവം. അത് ഇത് തന്നെ ഉള്ളതാട്ടോ? ഇത് തന്നെ ഉള്ളതാ. അതിന്റെ ഇതൊക്കെ കണ്ടോ? ക്രെയിനാണ്. അതിന്റെ അകത്തെ പൈസ അതിന്റെ സംഭവം പൊളി കേട്ടോ. അല്ലേ? ഭയങ്കര സംഭവല്ലേ? ഇതുണ്ടോ ഇതൊക്കെ പൽച്ചക്കടം കണ്ടോ? എന്ത് സംഭവമാണെന്നല്ലോ. ഇത് ക്രെയിനാണ്. ഇതിന്റെ ഇത്രയും സാധനങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ഇത് വെച്ചാണ് ഈ സംഭവത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്. വലിയ അപ്പൊ ആരെങ്കിലും ക്രെയിനൊക്കെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. വേണ്ട, വെറുതെ ആവശ്യത്ത് പണിക്ക് നിൽക്കേണ്ടതാ. നമുക്ക് ഇതിന്റെ അടുത്ത അപ്പുറ സൈഡിൽ നിന്ന് കാണാം. ചെയിനാണ്. ഈ സംഭവങ്ങൾ കണ്ടറിയാം. എന്ത് വീതിയാന്ന് നോക്കിക്കേ. ഈ സംഭവം ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്തെ മെഷീനൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ സാധനം പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യും. അല്ല ജോബിനെ? ഇതിൻ്റെ താഴ്ച നോക്കിയ ഗായ്സ്. ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് ഒരുപാട് സംഭവമുണ്ട് കേട്ടോ. എന്നാ വലിയ റോപ്പാന്ന് നോക്കിയേ. അവിടെ മരത്തിലൊക്കെ കൊണ്ട് വണ്ടി കെട്ടിയിട്ടിരിക്കുക. അപ്പം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. അത് തുറന്നു നോക്കിയേ. ഇറങ്ങി കുഴപ്പമില്ല, പാമ്പൊന്നും കാണില്ല. തുറന്നേ തുറന്നു. അന്ന് ഗ്യാസൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ടക്കിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപകടമൊക്കെ വരുമ്പോഴേ തീയൊക്കെ പിടിക്കുമ്പോഴേ അതിനുവേണ്ടിയുള്ള സംവിധാനം. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ കാണാൻ. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അവരുടെ മെഷീനറീസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവർക്ക് കിടക്കാനും പിടിക്കാനൊക്കെ ഉള്ള സംഭവം തോന്നുന്നു. അത്രേ ഉള്ളൂ. അല്ല വേറെ ഇതിനകത്ത് വേറെ വലിയ സംവിധാനം. അപ്പം പോരുവാ, കയറുമ്പോ അടച്ചേക്കാം. താങ്ക് യു സോ മച്ച്. അപ്പം ഗ്യാസ് അപ്പം ഇതിൻ്റെയൊക്കെ നീളം കണ്ടില്ല എല്ലാവരും. ഇതാണ് ഇന്ന് ഇവിടുത്തെ. ഇവിടെ ജനറേറ്റർ കുറെ ഇരിപ്പുണ്ട് കേട്ടോ ജോബിന്. ജോബിറ്റേ ഇതാ ഈ ജനറേറ്ററൊക്കെ നോക്കിയാൽ വെള്ളത്തിലേക്ക് പോയി. കാരണം ജനറേറ്ററൊക്കെ ഇരിപ്പുണ്ടോ? നല്ല സാധനം തോന്നുന്നു. എല്ലാം കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ഒരു ഇഞ്ച് കംപ്ലൈൻ്റ് ആകുമ്പോൾ അടുത്ത എഞ്ചിൻ വെക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. സ്പെയറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം വെള്ളത്തിലായി നശിച്ചിരിക്കുകയാണ്.
നമ്മുടെ കടലിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന നങ്കൂരം എന്ന് പറയും. നങ്കൂരം അല്ല, ഇത് നമ്മൾ കപ്പൽ തുറമുഖത്ത് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കപ്പലിനെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി നങ്കൂരം താഴ്ത്തുമെന്ന് പറയും. ആ സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. സംഭവമാണ് ഇത്. എങ്ങനെ ഒരു 10,50,000 കിലോയ്ക്ക് മുകളിൽ എന്തെങ്കിലും ഈ സാധനത്തിന് വെയിറ്റ് ഉണ്ടാവും അല്ലേ ജോബിനെ? കപ്പലിൽ ആട്ടുതൊട്ടില്ലെന്ന് പറയും. ഇപ്പം ആർക്കെങ്കിലും മുകളിൽ കയറി ആടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുകളിൽ തൂക്കിയിടും. അതിൻ്റെ അകത്ത് തരുന്ന ആർക്ക് വെള്ളം ഡാൻസ് അടിക്കാം. ഇനിയിപ്പോൾ കപ്പലിലൊക്കെ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും പിള്ളേർക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് ആട്ടാം. അതുള്ള സംവിധാനമാണ് ഇത്. സംഭവം ഒന്ന് കറക്കി നോക്കിയേ. കറക്കണം അങ്ങോട്ട്. അത് മാറ്റി പയ്യെ കറക്ക്. ആരെ വിളിച്ചല്ലേ? എന്നാ പിന്നെ അങ്ങ് പൊക്കോ, നമുക്ക് വിട്ടേക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ കപ്പലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇത് കപ്പലല്ല ശരിക്കും, ഇത് വന്നിട്ട് നമ്മൾ ഏതാണ് മറ്റുള്ള ഓരോ മെറ്റിൽ അങ്ങനെ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നൊരു ബോട്ടാണ് കേട്ടോ. ബോട്ടെന്നല്ല, അങ്ങനെ മണ്ണുമാന്തി കപ്പൽ പോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ഒറിജിനൽ രൂപം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാധനമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. പയ്യപ്പാണേ ഈ സാധനത്തെയാണ് നമ്മളിപ്പം അവിടെ കണ്ടത്. ഗോൾഡ് അല്ല, ഒരു പലതരത്തിലുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന ഐറ്റംസാണ്. അതായത് പെട്രോളിയം, അതുപോലെ തന്നെ അല്ലേ ഓയില്,